പ്രവാസ ലോകത്തെ നിരവധി വനിതകളെ നേരത്തെ തന്നെ വീക്കെൻഡ് അറേബ്യ പരിചയപ്പെടുത്തിയിരുന്നു. ഇതാ ഖത്തറിൽ നിന്നും മറ്റൊരാൾ, നജ്മ നസീർ കേച്ചേരി. കേച്ചേരി കുടുംബത്തിലെ ഇളമുറക്കാരി കൂടിയാണ് നജ്മ. പരിസ്ഥിതിയിലും അതോടൊപ്പം തന്നെ സർഗാത്മക മേഖലയിലും മാത്രമല്ല വൈദ്യത്തിലും മിടുക്കുള്ള ആ വനിതയെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. കലയും സർഗാത്മകതയും ബദലും പച്ചപ്പുമൊക്കെ നിറഞ്ഞ ചില ജീവിതങ്ങളുണ്ട് പ്രവാസ ലോകത്ത്. അവർ നമ്മെ അത്ഭുതപ്പെടുത്തും. ഖത്തറിലെ നജ്മ നസീർ കേച്ചേരിയെ പോലെ ദോഹയിലെ കലാ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യം മാത്രമല്ല, നല്ലൊരു പ്രകൃതി സ്നേഹി കൂടിയാണ് നജ്മ നസീർ. പ്രകൃതി ചികിത്സ, നാട്ടുവൈദ്യം, ആയുർവേദം എന്നിവയിലും താൽപര്യം. ഔഷധ സസ്യങ്ങളുടെയും ജൈവവിളകളുടെയും തോട്ടമൊരുക്കിയും വേറിട്ട വഴിവെട്ടുകയാണിവർ. മലയാളം കണ്ട മികച്ച പ്രതിഭ യൂസഫലി കേച്ചേരിയുടെ കുടുംബത്തിലെ ഇളമുറക്കാരി കൂടിയാണ് നജ്മ നസീർ. ഗാനരചനയിലും ഇവർ പിറകിലല്ല. മഞ്ചരി, കണ്ണൂർ ഷെരീഫ് തുടങ്ങിയവർ ആലപിച്ചതുൾപ്പെടെ 100ഓളം ഗാനങ്ങളാണ് ഈ തൂലികയിൽ പിറന്നത്. ഒരു 1-2 കാസറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള നനച്ചിരിക്കാതെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറ്റേ ടെലിഫിലിമിൽ 2 പാട്ടുകൾ എടുത്തിരുന്നു, മഞ്ചരി പാടിയിട്ടുള്ള 2 പാട്ടുകൾ. അതുപോലെ ഒരു 10-100ഓളം പാട്ടുകൾ ഞാൻ എഴുതി വെച്ചതുണ്ട്. പല സന്ദർഭങ്ങളായിട്ട് നമ്മളത് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ വർഷം ആദ്യം ഞാൻ ഒരു പാട്ട് എഴുതിയതെന്ന് പറഞ്ഞാൽ ഇവിടെ MES സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ലൈല മജ്നു എന്ന് പറഞ്ഞിട്ടൊരു നാടകം ഉണ്ടായിരുന്നു. ഈ നാടകത്തിന് വേണ്ടിയിട്ടാണ് ഒരു പാട്ട് എഴുതിയിരുന്നത്. 1.5 പതിറ്റാണ്ടിലേറെയായി ദോഹയിൽ പല ആനുകാലികങ്ങളിലും നജ്മയുടെ രചനകൾ ഇടം പിടിച്ചു. ആൽബങ്ങളിലും ടെലിഫിലിമുകളിലും ചിലത് ഹിറ്റായി. നജ്മയുടെ നാടകഗാനങ്ങളും മികച്ചു നിന്നു. സംഗീതം ചിട്ടപ്പെടുത്തുന്നതിലും ആലപിക്കുന്നതിലും വരെ കൈവച്ചിട്ടുണ്ട് ഈ കേച്ചേരി പിന്മുറക്കാരി. അക്ഷരലോകത്തോടുള്ള രക്ഷിതാക്കളുടെ താൽപര്യം തന്നെയാണ് നജ്മയ്ക്ക് കൂട്ടായത്. നന്നേ ചെറുപ്പം മുതൽ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബക്കാർ. ഉമ്മയും വല്യുമ്മയുമൊക്കെയായിരുന്നു റോൾ മോഡലുകൾ. അവരിൽ നിന്നാണ് നാട്ടുവൈദ്യത്തിന്റെയും പ്രകൃതി ചികിത്സയുടെയുമൊക്കെ അറിവുകൾ ലഭിച്ചതും. മണ്ണും മനുഷ്യരും പ്രകൃതിയും തന്നെയാണ് നജ്മയുടെ ജീവിതത്തെ നയിക്കുന്നത്. നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം മണ്ണും പുഴയൊന്നും ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ആൾക്കാരിൽ എത്തിക്കണം. ഇനിയുള്ളതെങ്കിലും ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് നമ്മുടെ നാട്ടുകാരോട് പറയണമെന്ന് വളരെ വളരെ ആഗ്രഹമുണ്ട്. ഒന്നിനും സമയമില്ലെന്ന പരാതി ഇവിടെ കേൾക്കില്ല. നോക്കൂ, ഇത് നജ്മയുടെ സ്വന്തം ലൈബ്രറി. പുസ്തകങ്ങളുടെ എണ്ണം 2500ഓളം വരും. പാരമ്പര്യ പ്രകൃതി ചികിത്സയിലേക്കുള്ള വഴിനടത്തമാണ് പല പുസ്തകങ്ങളുടെയും ഉള്ളടക്കം. ഔഷധ സസ്യങ്ങളുടെ ഈ തോട്ടവും പ്രവാസ ലോകത്തെ അപൂർവ കാഴ്ചയാണ്. ഹെർബൽ പ്ലാന്റ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതിലൊരു ഇൻട്രസ്റ്റ് വരാൻ കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഉമ്മയുടെ കുഞ്ഞുമ്മ, അതായത് യൂസഫലിയുടെ ഉമ്മ, അവരൊരു ബാല ചികിത്സ ചെയ്തിരുന്ന ആളാണ്. അപ്പം അവരതിൽ നിന്ന് നല്ല നല്ല പിന്നെ ടിപ്സ്, അതിപ്പോൾ കുറിപ്പുകളൊക്കെ എൻ്റെ ഉമ്മ എടുത്ത് എഴുതി വെക്കുമായിരുന്നു പുസ്തകങ്ങളിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കും. അത് ചെറുപ്പത്തിലെ തന്നെ അതുപോലെ കുറേ കാര്യങ്ങൾ ഉമ്മാക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു, ആയുർവേദ ചെടികളെ പറ്റിയിട്ടും മരുന്നുകളെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അത് കുറച്ച് എനിക്ക് പകർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ പുസ്തകങ്ങളൊക്കെ നോക്കാറുണ്ട്. അതുപോലെ ഉപ്പാടെ കുഞ്ഞുമുണ്ട്, അവരും അറബ് ചികിത്സ ചെയ്തിരുന്നതാണ്. മണ്ണ്, കാലാവസ്ഥ,
വിത്തുകൾ എന്നിവയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് നജ്മയുടെ കൃഷിപാഠങ്ങൾ. ഉരുളക്കിഴങ്ങും ഉള്ളിയും ക്വാളിഫ്ലവറും ക്യാരറ്റും ക്യാബേജും കടുകും ജീരകവും പഴവർഗ്ഗങ്ങളുമൊക്കെ ചേർന്ന ഈ തോട്ടത്തിനുമുണ്ട് വേറിട്ട ഒരു ചാരുത. മറ്റുള്ളവർക്ക് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കൃഷി അറിവുകൾ പകർന്നേകാനും നജ്മ സമയം കണ്ടെത്തുന്നു. നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന വിധത്തിലാണ് പിന്നെ ഭക്ഷണം ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ മിക്കവാറും ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് നാടൻ പിന്നെ പച്ചക്കറികളാണ് ഭക്ഷണം ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടേതായിട്ട് കുറേ കുറച്ച് റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ഹെർബൽസ് ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഏറ്റവും മിനിമം എങ്ങനെയാണ് നമുക്ക് പിന്നെ ദോഷമില്ലാത്ത വിധത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട് ഇവിടെ. നോവിനെ ഗർഭം ധരിക്കുന്നവൾ. പ്രവാസ ലോകത്തിരുന്ന് സർഗ ജൈവ ബദൽ വഴിയിൽ ഇനിയും ഒരുപാട് ദൂരം മുന്നേറണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് നജ്മ നസീർ കേച്ചേരി. വിജയാശംസകൾ. നോവിനെ ഗർഭം ധരിക്കുന്നവൾ, പേറ്റു നോവിനെ പുണ്യമാക്കുന്നവൾ, രക്തം അമൃതാക്കി മാറ്റുന്നവൾ. പുതിയ കാലത്തിൻ്റെ സമസ്യകൾ, അതിന് ഉത്തരം കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രധാനം. അതിന് സാധിച്ചില്ലെങ്കിൽ ഏതൊരു കൂട്ടായ്മയും പരാജയപ്പെടും. അറബ് ലീഗിനെ കാത്തിരിക്കുന്നതും ആ ദുരന്തമാകാതിരിക്കട്ടെ. ലുലു വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, വിമർശനങ്ങൾ ഞങ്ങൾക്ക് പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, media1tv.in. തൽക്കാലം വിട. അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും.